നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവത്തില്ലല്ലേ? നമ്മളാണെങ്കിൽ പോലും അത്യാവശ്യം നൂഡിൽസ് കിട്ടിയാൽ ഒന്ന് ചെറിയ അളവെങ്കിലും കഴിച്ചു നോക്കുക. അത്രത്തോളം രുചികരവുമാണ്. ഒരുപക്ഷെ ഉണ്ടാക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് അത് ഉപയോഗിക്കാനും സാധിക്കും. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല, 4 വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം നൂഡിൽസ് കഴിച്ച് മരണപ്പെടുകയുണ്ടായി. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നൂഡിൽസ് സാധാരണ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്ന പോലെയല്ല, റോ ആയിട്ടുള്ള നൂഡിൽസ്, അതായത് വേവിക്കാതെയുള്ള നൂഡിൽസ് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള പല കുട്ടികൾക്കും പൊട്ടിച്ച് പച്ചയ്ക്ക് അവയുടെ രുചിയോടുകൂടി വെറുതെ നാക്കിലിട്ട് നുണച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഇത്തരത്തിൽ വേവിക്കാതെ നൂഡിൽസ് കഴിക്കുന്നത് പലപ്പോഴും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോകത്തെ പല ഭാഗങ്ങളിലും ഇങ്ങനെ വേവിക്കാത്ത നൂഡിൽസ് കഴിക്കുന്നതിന്റെ ചാലഞ്ചസ് വരെ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചെറിയ അളവ്, ഒരുപക്ഷെ ചെറിയ 1-2 പീസൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ അത്യാവശ്യം കൂടിയ അളവിൽ നമ്മൾ ഈ വേവിക്കാത്ത പച്ചയ്ക്കുള്ള ഈ നൂഡിൽസ് കഴിക്കുന്നത് പലപ്പോഴും ഈ റാമൻ റോ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലവിധ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉയർന്ന അളവിൽ ഇവ എത്തുന്നത് പലവിധ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും. പലപ്പോഴും ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന മസാലകൾ, ഇതിനകത്ത് ചേർക്കുന്ന നോൺ വെജ് വിഭവങ്ങൾ, ഇവയ്ക്കകത്തെല്ലാം ബാക്ടീരിയകൾ ഉണ്ടാവും. പലപ്പോഴും ഇവ ഡ്രൈ ആയിട്ട് വേവിക്കാതിരിക്കുന്ന സമയത്ത് ഇവയ്ക്കകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകുകയും വേവിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വേവിക്കാതെ അത്യാവശ്യം കൂടുതൽ, ഇപ്പം പല കുട്ടികളും രുചിക്ക് വേണ്ടിയിട്ടോ ചാലഞ്ചസിന് വേണ്ടിയിട്ടോ മത്സരങ്ങൾ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ നൂഡിൽസിനകത്തുള്ള ബാക്ടീരിയകൾ വയറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കാരണമാകും. പെട്ടെന്ന് ഇത്തരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ചിലപ്പോൾ ഛർദിൽ, വയറുവേദന, വയറ് കമ്പനം പോലെ ബ്ലഡിലേക്ക് വരെ ഇൻഫെക്ഷൻ ബാധിക്കുന്ന സാഹചര്യവും ആ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മരണമടയുന്ന സാഹചര്യവും ഉണ്ടാകാം. ഇനി പെട്ടെന്നല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ബാക്ടീരിയകൾ എത്തുന്നത് നമ്മുടെ കുടലിനകത്ത് നീർക്കെട്ടുണ്ടാക്കുന്നതിനും IBS പോലുള്ള കണ്ടീഷൻസ് ഇത് തുടർന്നുണ്ടാകുന്നതിനും കുടലിനകത്ത് അൾസർ പോലുള്ള സാഹചര്യം വരുന്നതിനും കാരണമാകും. ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകൾക്ക് പോകാതിരിക്കുക. നൂഡിൽസ് പോലെ പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യമായി പാകം ചെയ്ത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് വേവിക്കാതെ നൂഡിൽസ് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. സൂക്ഷിക്കുക.